ഞാൻ തലമുടിക്ക് വേണ്ടിയിട്ടൊരു എണ്ണ കാച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യരും അത് കണ്ടിട്ടില്ല. കാരണം ആകെപ്പാടെ 5-6 ദിവസമായി കാണും ആ എണ്ണ ഞാൻ അപ്ലോഡ് ചെയ്ത് വീഡിയോ ഇട്ടിട്ട്. പക്ഷെ 80 പേരെങ്ങാണ്ടാ കണ്ടിട്ടുള്ളത്. നല്ലതാണ് ആ എണ്ണ. മുടി വളരുന്നവർക്ക്, വളരാത്തവർക്കും എന്തെങ്കിലും അതുപോലെ ഇരിക്കുന്നു, വളരും. ഞാൻ നേരത്തെ ഒരുപാട് ഇലകളിട്ട് എണ്ണ കാച്ചായിരുന്നു. ആ ഒരു വീഡിയോ ഇടാം. ഇപ്പൊ ഇലകൾ കുറവാണ്. ഇലകളെല്ലാം ഈ ചൂടും പിടിച്ച് മൊത്തം കരിഞ്ഞിട്ട് ഇനി ഇലകളെല്ലാം പിടിച്ചു കഴിയുന്നുണ്ട്. എന്തെല്ലാം ഇലകളുണ്ട് ഇടാനെന്ന് പറയുന്നത്. കരിനെച്ചി, പാണനില, കിഴുകാനെല്ലി, പൂവാങ്കുറുന്തല, കറ്റാർവാഴ, തുളസിയില, പനിക്കൂർ, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയുടെ കിളുന്തല, കേശവർദ്ധിനി ഇല, അങ്ങനെ ഒരുപാട് കറിവേപ്പില, ഒരുപാട് ഇല ഇട്ട് ഇനി ഞാൻ കാച്ചുന്നതായിരിക്കും. 1-2 ഇല ഇട്ട് കാച്ചുന്നത് കൊണ്ടായിരിക്കും ആരും കാണാത്തത്. അതുകൊണ്ട് ഇനിയും ഞാൻ ഒരുപാട് ഇല ഇട്ട് ഒരു ദിവസം അനക്കും. ഈ നീലിയമ്പരിയുടെ ഇല നേരത്തെ ഇവിടെ നീലിയമ്പരിയുടെ അമരി ഉണ്ടായിരുന്നു, നീലിയമ്പരി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണങ്ങിപ്പോയി. ഇപ്പം ഞാൻ അതുകൊണ്ട് വെളിയിൽ നിന്ന് പൊടിയാൻ വേണ്ടി, പൊടി എത്രമാത്രം നല്ലതാണെന്ന് അറിയില്ല, എങ്കിലും പൊടി ഉപയോഗിച്ച് നമുക്ക് അനത്താം. എല്ലാവരും അത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമൊക്കെ തെറ്റാറുണ്ട് കൂട്ടുകാരെ. എല്ലാം നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. ഞാൻ അനത്തിയിടുന്നതായിരിക്കും വിപുലീകരിച്ച്. എൻ്റെ ചേച്ചി ഒന്ന് വന്നോട്ടെ. എൻ്റെ ചേച്ചി വന്നു കഴിഞ്ഞ് എനിക്ക് വീഡിയോ പിടിക്കാൻ ആളിനെ കിട്ടുമല്ലോ. കഴിഞ്ഞിട്ട് ഞാനിതനത്ത്. അപ്പോൾ ശരി, അടുത്ത ജോലിയിലേക്ക്. അവിയലിന് നോക്കിയപ്പോൾ തേങ്ങ അരയ്ക്കാനില്ല. തേങ്ങ പൊതിക്കാൻ പോകാം. തേങ്ങ പൊതിച്ചോണ്ട് വരട്ടെ.
ആഡംബരക്കാരുടെ വീട്ടിലെ ഭക്ഷണമൊന്നും അല്ലേ, നമ്മുടെ കുറേ സാധാരണക്കാരുടെ. മീനൊക്കെ ഇപ്പം മേടിക്കുക വളരെ കുറവാണ്. ഞങ്ങൾക്ക് നൊയമ്പാണ്, നൊയമ്പ് കാലം. എനിക്ക് നൊയമ്പൊന്നുമില്ല, പക്ഷേ സാധാരണയിൽ വളരെ കുറച്ച് ഇപ്പം മീൻ മേടിക്കാൻ. പച്ചക്കറി ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും. നൊയമ്പില്ല, ഞാനെല്ലാം മീനും ഇറച്ചി ബീഫ് കൂട്ടത്തില്ല. സാധാരണ ഞാൻ കൂട്ടാറില്ല ബീഫ്, ചിക്കൻ കൂട്ടാറില്ല. ചിക്കൻ മേടിച്ച് തിരിപ്പുണ്ട്. ഞാൻ ഇന്നലെ കറി വെച്ചില്ല, എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കറിയാക്കുകയോ വറക്കുകയോ ചെയ്താൽ മതി. വലിയ താല്പര്യമില്ല എനിക്ക് മീൻ ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇട്ടില്ലേ കറയാണ്, വെള്ളത്തിൽ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണം തയ്യാറാക്കി കാണുമെന്ന് തോന്നുന്നല്ലോ എല്ലാവരും. ഞാൻ ഉച്ചഭക്ഷണമാണ് തയ്യാറാക്കി. അതിനുശേഷം അവിയലിനരിക്കാണ് കൂട്ടുകാരെ. അവിയലിനരിക്കാൻ മിക്സിയിലെ ജാറിലെ തേങ്ങയും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ചുവന്നുള്ളി പൊളിച്ചില്ലായിരുന്നു. ഞാൻ ഈ അവിയലിനരിക്കുമ്പോൾ കുറച്ച് ചുവന്നുള്ളി കൂടെ പൊളിച്ചിടുക പതിവുണ്ട്. അത് ഇട്ടില്ല, മറന്നുപോയി. ഞാനരിഞ്ഞ് അടുപ്പത്ത് വെച്ച് അവിയൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് അരച്ച അരപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് തൈര് ഒഴിക്കും. ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. വെള്ളം
പരുവത്തിനുള്ള പുളിയുണ്ട്. ഇപ്പം ഞാൻ സീല് പൊട്ടിച്ചില്ല. ഞങ്ങൾ അമ്മ പറയുന്നേ മേടിക്കൊന്നും വേണ്ട, ഇവിടെ ഉറയൊഴിച്ചാൽ മാത്രം മതി എന്നാ പറയും. അമ്മയെ കാണിക്കത്തില്ല ഇത്. ഞാനിത് മേടിച്ചോണ്ട് വന്ന് ഒരു പാത്രത്തിലാക്കി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. അമ്മ പറയും ഇതാ നമ്മൾ ഉറയൊഴിക്കണം എന്ന് പറയുന്നത്. കട്ട തൈര് കൂട്ടണമെങ്കിൽ ഇതുപോലെ ഇരിക്കണം. നമ്മൾ ഉറയൊഴിക്കുന്ന തൈരുണ്ട് നല്ലതില്ല. കണ്ടോ, കടയിൽ നിന്ന് മേടിക്കുവാന് എത്ര അഴുക്കായിരുന്നു എന്ന് പറയും. പാവം അമ്മയെ ഞാൻ കളിപ്പിക്കുന്നത്. കണ്ടോ, നല്ല കട്ട തൈരാണ്. 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പുളിയുണ്ട്. ഇളക്കിയേക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പച്ച വെളിച്ചെണ്ണ, തേങ്ങായി എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ ഇളക്കി കറിവേപ്പില. അയ്യോ കൂട്ടുകാരെ, കറിവേപ്പില എല്ലാം ഉണങ്ങി കൊണ്ടുവന്ന് വെളിയിൽ വെച്ചേക്കുവായിരുന്നു. ഉണങ്ങി കഴുകി വെച്ചേക്കുവാണ്. കറിവേപ്പില ഇട്ട് ചെറുതീയിലിരുന്ന് അവിയൽ റെഡി. ഇനി അടുത്ത ജോലിയിലേക്ക് പോകാം. പിന്നെ കൂട്ടുകാരെ, ഞാനൊരു ബീറ്റ്റൂട്ട് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞെടുക്കുവാണ്. അപ്പം കൊത്തിക്കൊണ്ടിരിക്കണ്ട, ഒരച്ചെടുക്കും. സാധാരണ എന്നും ഞാൻ കൊത്തിയരിയ പതിവ് ഉണ്ട്. ഇന്നാണ് ഞാൻ ഉരച്ചെടുക്കും. ഇത്ര നേരം എനിക്ക് കൊത്തിയരിഞ്ഞോണ്ടിരുന്നു ഇരിക്കുന്നത്. ഇങ്ങനെ ചാടിപ്പോയി. കൂട്ടുകാരെ, കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കഴുകി വയ്ക്കുകയാണ്. തേച്ച് ഇട്ടേക്കുന്നതാണ്, ഇനി കഴുകി എടുത്താൽ മതി. വെറുതെ ഞാൻ പാത്രങ്ങൾ അന്നാരം കഴുകും. അതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ. ഒത്തിരി കൂടി കിടക്കുന്നുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് തോരനുള്ളതെല്ലാം റെഡിയാക്കിയെടുത്തു. ഇനി തോരൻ വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് തോരന് അടുപ്പിലാക്കി അടച്ച് ബീറ്റ്റൂട്ട് തോരനെല്ലാം വെന്തു. കൂട്ടുകാരെ, അപ്പോഴേ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം കൂടുതലായിട്ടൊന്നും ഇട്ടാലൊന്നും ആരും കാണുക പതിവില്ല. നമ്മൾ കുറച്ച് പേര് പതിവായിട്ട് കാണുന്ന ആൾക്കാർ മാത്രമേ കാണാറുള്ളൂ.
പുതുതായിട്ട് ആരും വരാറൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് കൂടുതൽ എന്തിനാണ് നമ്മൾ എന്നും കാണുന്നവർ തന്നെ ഉള്ളൂ. അതുകൊണ്ട് നിർത്തുക കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുക. എന്നും എന്തെങ്കിലും വീഡിയോ ഇടണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ ഇടത്തില്ലായിരുന്നു. എന്നും വീഡിയോ ഇടണമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി നമ്മളെ പ്രതി വ്യൂസ് നമുക്ക് കുറഞ്ഞ് വേണ്ടല്ലോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.